പി.ടി. തോമസ് മെമ്മോറിയൽ ലൈബ്രറി തൊടുപുഴയ്ക്ക് തിലകക്കുറിയാകുന്നു. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. പി.ടി. തോമസ് മെമ്മോറിയൽ മുനിസിപ്പൽ ലൈബ്രറിയുടെ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഡീൻ കുര്യാക്കോസ് MP യേശശരീരനായ P.T. തോമസിന്റെ സ്മരണാർത്ഥം തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ നിർമ്മിക്കുന്ന ലൈബ്രറി കെട്ടിടത്തിന്റെ പണികൾ നിരീക്ഷിക്കാൻ എത്തിയതായിരുന്നു MP. 40 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്നും ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വളരെ വർഷങ്ങളായി തൊടുപുഴയിൽ ഒരു ലൈബ്രറി വേണമെന്ന് ആവശ്യമുയർന്നു തുടങ്ങിയിട്ട്. ഇത് സംബന്ധിച്ച് തൊടുപുഴ നഗരസഭാ കൗൺസിലിന്റെ ആവശ്യം പരിഗണിച്ചാണ് MP ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലൈബ്രറിയാക്കി ഇത് മാറ്റാൻ കഴിയും എന്ന് MP പറഞ്ഞു. ഇതിനായി ഒപ്പം നിന്ന നഗരസഭാ കൗൺസിലിനെ പ്രത്യേക അഭിനന്ദിക്കുന്നതായും MP അറിയിച്ചു. MPയോടൊപ്പം മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്, വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി, കൗൺസിലർമാരായ സഫിയ ജബ്ബാർ, ജോസ് വടത്തിൽ, സാബിറ ജലീൽ, മുനിസിപ്പൽ എഞ്ചിനീയർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സൂചിപ്പിക്കാൻ കഴിയുന്നത്, ഈ ലൈബ്രറി യശശരീരനായ മുൻ MP, തൊടുപുഴയുടെ മുൻ MLAയുമായിരുന്ന ശ്രീ P.T. തോമസിൻ്റെ നാമധേയത്തിലാണ് ഭാവിയിൽ അറിയപ്പെടാൻ പോവുക. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു സ്മാരകമായി കൂടിയാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റി ഈ ലൈബ്രറി നിർമ്മിക്കുന്നത്. ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം ലൈബ്രറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുകയും, എന്നുവെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും ലൈബ്രറികളുടെ പ്രവർത്തനക്ഷമതയിൽ അല്ലെങ്കിൽ ആ കാര്യത്തിലൊക്കെ ജനങ്ങൾ കൂടുതൽ വായനശാലകളിലേക്ക് അടുക്കണം, പുസ്തക പാരായണവുമായി ബന്ധപ്പെട്ടുമെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം ഒരു മാതൃകാപരമായ ഇടപെടലായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ളതിൽ സംശയമില്ല. തൊടുപുഴയിൽ ജനപ്രതിനിധിയായി കടന്നു വന്ന് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നിരവധിയായ വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനുള്ള ഒരു സ്മാരകമായി കൂടിയാണ് ഈ മുനിസിപ്പൽ ലൈബ്രറി ഭാവിയിൽ മാറാൻ പോകുന്നത്.